ഇങ്ങനെ നിന്നാൽ Q3 Q4 ക്വാർട്ടറുകളിൽ ബാങ്കിൻ്റെ റിസൾട്ടുകൾ മോശമാകാനൊരു സാധ്യതയുണ്ട്. പേഷ്യൻസിൻ്റെ നെല്ലിപ്പലക കാണിക്കുന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്, മടുപ്പിക്കുന്ന മാർക്കറ്റാണ്. ഇതൊരു എൻഡിങ് സൈക്കിളാണോ പയ്യെ ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ എത്ര നാൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇന്ത്യൻ കമ്പനികൾക്ക് ഉണ്ടെന്നുള്ളതിലാണ് കൺഫ്യൂഷൻ. സോ ഈ സൈക്കിൾ തീരുന്നവരെ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ കാര്യം കട്ടപ്പുക. ഈ വീക്ക് നിഫ്റ്റി 50 ചെറുതായിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിച്ചു. ചെറുതായിട്ടൊരു ഡൗൺ സൈഡ് നിഫ്റ്റി 50 വന്നു എന്നുള്ളതാണ്. ചെറുത് അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു ട്രെൻഡ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതാണ്. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തില്ല എന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ടിനെ റീടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം ഒരു ചെറിയൊരു, കാരണം ബാങ്കിങ് സെക്ടറിലൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ HDFC ബാങ്ക് 2000 താഴെ പോയിട്ട് തിരിച്ച് വന്നു ഹൈ വന്ന് അഗൈൻ ടെസ്റ്റും ചെയ്തു. 25,600 വന്നിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രശ്നം ഓപ്ഷൻ ട്രേഡേഴ്സിന്റെ അവസ്ഥയാണ്, മരണവീടിന്റെ അവസ്ഥയാണ് ഓപ്ഷൻ ട്രേഡേഴ്സിന്. സീരിയസ്ലി വിക്സ് ഇല്ല, മാർക്കറ്റ് വലിയ, അതെ ഭയങ്കര കുറവാണ്, പ്രീമിയം ഇല്ല. ഇന്നലെ ഇന്നൊക്കെ സെല്ലേഴ്സിന് പ്രീമിയം ഇല്ല, ബൈ ചെയ്യാനുള്ള ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഒരു ശോകമൂക പല ഓപ്ഷൻ ട്രേഡേഴ്സ് ഗ്രൂപ്പുകളിലും ഹിമാലയ ട്രിപ്പിനെ കുറിച്ചുള്ള ചർച്ചയൊക്കെയാണ് ഭയങ്കര 3 ദിവസമായിട്ട്. പക്ഷേ ഇന്ന് മോർണിംഗ് ചെറിയൊരു മൂവ്മെന്റ് പക്ഷെ അതൊക്കെ ഒരു ചെറിയ മൂവ്മെൻറ്റ്, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഉച്ച കഴിഞ്ഞ് ഒരു 2-3 മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റുകളല്ല. ലോ വിക്സിൽ 3 ദിവസം കൺസോൾട്ടേറ്റ് ചെയ്ത് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഒന്നും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അത് മാർക്കറ്റിൽ നോക്കിയിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ട്രേഡുകൾ ചെയ്ത് ലോസ് ചെയ്യും. ഈ സമയത്ത് ഏതൊരു ഓപ്ഷൻ ബയ്യറും അല്ലെങ്കിൽ ഏതൊരു ഓപ്ഷൻ സെല്ലറും അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്ത് ലോസ് വരുന്ന ഒരു ടൈമാണ്. ഈ നല്ല ബ്രേക്ക് ഔട്ട് വരുമ്പോൾ അതെടുക്കാൻ ക്യാപിറ്റൽ പലർക്കും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ബെറ്റർ ഈ സൈക്കിളിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് വിക്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു കഴിയുമ്പോൾ ട്രേഡിങ് റീസ്റ്റാർട്ട് ചെയ്യുക. ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഓവറോൾ മാർക്കറ്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ബീറിഷ് ആയിരുന്നു എങ്കിലും ഓവറോൾ മാർക്കറ്റ് സൂപ്പറായി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ 25,400 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,200 റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിയർലി 700 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ട് ഇപ്പോൾ ഒരു 300 പോയിൻറ്റ് താഴെ ആണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഒരു കൺഫേംഡ് അപ്പ് ട്രെൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്യാൻസലിംഗ് മെത്തേഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൺഫേംഡ് അപ്പ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് വന്നു എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളെല്ലാം വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. മാർക്കറ്റിൻ്റെ ഓവറോൾ ബ്രെഡ്ത്ത്, അതായത് മേജർ എത്ര ശതമാനം സ്റ്റോക്കുകൾ ഒരു 200-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ് എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 64% സ്റ്റോക്കുകൾ നിഫ്റ്റി 500-ൽ കറൻ്റ്ലിയാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ ഡേറ്റയാണ് ഞാൻ പറയുന്നത്, 64% നിഫ്റ്റി 500 സ്റ്റോക്കുകൾ 21-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ്. 77% സ്റ്റോക്കുകൾ 50-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ്. 58% സ്റ്റോക്കുകൾ 200-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ്. ഇൻ മീൻസ് നിഫ്റ്റി 500-ൽ എന്താ പറയുക 50 മാത്രമല്ലല്ലോ, 58%. ഇറ്റ്സ് വെരി ഗുഡ്. കഴിഞ്ഞ ആഴ്ച ഇതിനേക്കാൾ മോശമായിരുന്നു. അപ്പോൾ പല സെക്ടേഴ്സും സ്ട്രെങ്ത് കാണി. ഇപ്പോൾ മെറ്റൽ ഭയങ്കരമായിട്ട് തിരിച്ചു കയറി, ഇൻഫ്രാസ്ട്രക്ചർ തിരിച്ചു കയറുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഹോസ്പിറ്റൽ സെക്ടേഴ്സ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു, FMCG സെക്ടേഴ്സ് സ്ട്രെങ്ത് കണ്ടിന്യൂ, IT കുറച്ച് സ്ട്രെങ്ത് കാണിച്ചു. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കിടെ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് ഒന്ന് ശക്തി പ്രാപിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ജൂൺ എൻഡ് ചെയ്തു, Q1 റിസൾട്ട് വരാൻ പോവാണ്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ അറിയാം മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിക്കും. Q1 റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് കരുതിക്കൊണ്ടായിരിക്കാം മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ Q1 റിസൾട്ട് ഈ പറഞ്ഞ റാലീനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ അതുവരെയും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ Q1 റിസൾട്ട് എങ്ങാനും മോശമായാൽ, വിചാരിച്ചതിനേക്കാൾ മോശമാണെങ്കിൽ ഈ റാലി ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റിന് ബാക്ക് ടു 23 22 കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ 24,400 എന്ന് പറയുന്ന കറക്ഷൻ, ഒരു കൺസോളിഡേഷൻ റേഞ്ചിലോട്ടോ അല്ലെങ്കിൽ 24,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണിലോട്ടോ മാർക്കറ്റിന് തിരിച്ചു വരേണ്ടി വരും. കാരണം എന്താ,
Q1 റിസൾട്ട് മോശമാണ്, വാല്യുവേഷൻ അനുസരിച്ച് മാർക്കറ്റിന് സ്ട്രെങ്ത് ഇല്ല. കറണ്ട് സിറ്റുവേഷനിൽ പോസിറ്റിവിറ്റിയും ഇല്ല നെഗറ്റിവിറ്റി ഇല്ലാതെ ഒരു ജീവനില്ലാത്ത മാർക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ സ്റ്റോക്സിലൊക്കെ ഇൻട്രാഡേ ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ ടാർജറ്റ്സ് അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു HDFC റിലയൻസും ഇന്ന് നല്ലൊരു ഹൈക്ക് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റിലയൻസിൻ്റെ ഒരു ക്ലോസ് കണ്ടിട്ട് റിലയൻസ് കുറച്ചിട്ട് മൂവ് ചെയ്യാനുള്ളൊരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു പല ബ്രോക്കിംഗ് ഫേംസും റിലയൻസിൻ്റെ ഒക്കെ ടാർജറ്റ്സ് കുറച്ചുകൂടിയൊക്കെ ഹൈ ആണ് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ ബോർഡർ മാർക്കറ്റുകളിൽ പല സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കുകളും സ്ട്രോങ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡിങ് HDFC ഇന്ന് തിരിച്ച് 2000 മുകളിലോട്ട് വന്നു. എന്നാൽ ചില സെക്ടേഴ്സ് ഇപ്പോഴും ഭയങ്കര പ്രഷറിലാണ്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ US നാസ്ഡാക്ക് ആണെങ്കിലും S&P 500 ഒക്കെ ആണെങ്കിലും അപ് ട്രെൻഡിൽ തന്നെയാണ്. ജർമ്മൻ മാർക്കറ്റാണ് ഇതിൻ്റെ അകത്ത് ഒരു ഫെയിലിയറായിട്ട് അത്രയും സ്ട്രെങ്ത് അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റുള്ളൂ. മറ്റ് ഇന്ത്യ പോലെ ആയിട്ടുള്ള എമർജിങ് മാർക്കറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ പോലെ ക്വിക്കായിട്ടുള്ള എമർജിങ് മാർക്കറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റ് വീണ്ടും നെക്സ്റ്റ് റൗണ്ട് റാലി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. സൗത്ത് കൊറിയ ആണെങ്കിൽ അതൊരു നല്ല അപ് ട്രെൻഡിൽ തന്നെയാണ് പോകുന്നത്. ഒരു വെസ്റ്റേൺ മാർക്കറ്റിൻ്റെ അതേ കൾച്ചർ ഫോളോ ചെയ്യുന്ന മാർക്കറ്റാണ് സൗത്ത് കൊറിയൻ മാർക്കറ്റ്. ബ്രസീൽ മാർക്കറ്റ് ആണെങ്കിലും മെക്സിക്കോ, ഇന്തോനേഷ്യ, മലേഷ്യൻ മാർക്കറ്റൊക്കെ ഇപ്പോഴും ഒരു റിക്കവറി കാണിക്കുന്നില്ല, ഇതിൽ തന്നെ റിക്കവറി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തായ്വാനും തായ്ലൻഡും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന മാർക്കറ്റാണ്. ഞാൻ ഈ ഒരു സൈക്കിളിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഈ പറയുന്ന അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ Q1 റിസൾട്ട് നന്നാവാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ ട്രംപിൻ്റെയും മസ്കിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും രീതിയിൽ മാർക്കറ്റിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ട്രംപ് ഇലോൺ മസ്കിൻ്റെ അടുത്ത് കെട്ടിക്കൂട്ടി ആഫ്രിക്കയ്ക്ക് സൗത്ത് ആഫ്രിക്ക അതെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ അത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിച്ചതാണ്. എലോൺ മസ്ക് സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. എലോൺ മസ്കിന് അവിടുത്തെ പ്രസിഡൻ്റ് ആവാൻ സാധിക്കില്ല എന്നാണ് ടെക്നിക്കലി. പക്ഷേ പുള്ളിക്ക് പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിനെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ട്രംപിനെ വിജയിപ്പിച്ച് പുള്ളി കാണിച്ചു കൊടുത്തേക്കുന്നതാണ്. പക്ഷെ ഒരുപക്ഷെ ഈ ട്രംപിനെ പിടിച്ച് പുറത്താക്കാനുള്ള ഹോൾഡ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ട്രേഡ് ഡീലുകളാണ്. ട്രേഡ് ഡീലുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പല രാജ്യങ്ങളുമായിട്ട് സക്സസ്ഫുള്ളി ചെയ്യുന്നു. ഇന്ത്യയായിട്ട് വരാൻ പോകുന്നു. എന്താകും, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയില്ല. എനിവേസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. മാത്രമല്ല ട്രംപിനെ പേടിക്കുന്നുമില്ല. കാരണം മിനിഞ്ഞാന്ന് ഉള്ള അപ്ഡേറ്റ്സ് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുകൊണ്ട് 500% താരിഫ് ഇന്ത്യക്കും ചൈനയ്ക്കും നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരും മൈൻഡ് ചെയ്തില്ല. ആദ്യമായിരുന്നെങ്കിൽ ഒരു 20% മാർക്കറ്റ് വീഴാനുള്ള ന്യൂസ് ഉണ്ടത്. ഇത്തവണ എന്ത് മാർക്കറ്റ് മൈൻഡ് കൂടി ചെയ്തില്ല എന്നുള്ളതാണ്. അത് ട്രംപിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാലും ട്രേഡ് ഡീൽ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് ഒരു പക്ഷേ ട്രേഡ് ഡീൽ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ റാലി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഓൾ ടൈം ഹൈയിലോട്ട് പോവാം. അല്ലെങ്കിൽ Q1 റിസൾട്ടുകൾ നന്നാവുകയാണെങ്കിലും നമ്മൾ ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ വാല്യുവേഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. നിഫ്റ്റി 50യുടെ വാല്യുവേഷൻ എവിടെയാണ്? നിയർലി 22 ആണ്. മിഡ് ക്യാപ്പിൻ്റെ വാല്യുവേഷനൊക്കെ എവിടെയാണ്? ഭയങ്കര ഹൈ ആണ്. ബാങ്കിങ് സ്റ്റോക്കിൽ ഉള്ളൊരു പ്രശ്നം ഇപ്പോൾ ഈ തവണ 2 പ്രാവശ്യം 25 ബേസിസ് പോയിൻറ്റും ഒരു തവണ 50 ബേസിസ് പോയിൻറ്റും റിപ്പോ റേറ്റ് കുറച്ചുല്ലോ. എന്നിട്ട് സേവിങ്സ് എന്തായി? ഇന്ത്യയുടെ ഒരു ആവറേജ് ബോണ്ട് ഈൽഡ് സ്റ്റിൽ 7% മുകളിൽ തന്നെയാണ്. അതായത് ഗവൺമെൻറ് ബോണ്ടിൽ 7.2 അല്ലെങ്കിൽ 7.5 കിട്ടുമ്പോൾ ബാങ്കിൻ്റെ സേവിങ്സ് 6.5 ഉള്ളൂ. സോ ആളുകൾ ബാങ്കിലിടോ അതോ ബോണ്ടിലിടോ? പിന്നെ ബാങ്കുകൾക്ക് എവിടെ നിന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യമായിട്ട് കിട്ടുക? അപ്പോൾ ഇത് ബാങ്കുകളെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിലപ്പോൾ ഇമ്പാക്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ബോണ്ട് ഈൽഡ് ഗ്രാജുവലി കുറഞ്ഞ് വരണം. ഇപ്പോൾ US ബോണ്ട് ഈൽഡ് 1%, 2% ഉണ്ടായിരുന്നു, സ്റ്റിൽ 4%-ലാണ് നിൽക്കുന്നത്. US ഇപ്പോഴും US ബോണ്ടിൽ 4% റിട്ടേൺ എന്ന് പറയുന്നത് അത്രയും നല്ല കാര്യമല്ല. ഗ്ലോബൽ എക്കണോമിക്കും ഇന്ത്യൻ എക്കണോമിക്കും നല്ലതല്ല. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലും. ഗവൺമെൻറ് ബോണ്ട് ഈൽഡ് 7%, 7.2% മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, പ്രത്യേകിച്ച് റിപ്പോ റേറ്റ് കുറഞ്ഞിട്ടും ഇത് കുറയുന്നില്ല എങ്കിൽ, ഗ്രാജുവലി കുറയുമെന്ന് നമുക്കറിയില്ല, കുറയുന്നില്ല എങ്കിൽ നമ്മൾ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നു, RR കുറയ്ക്കുന്നു ഒന്നും ഇമ്പാക്റ്റ് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട്? ഇത് കുറഞ്ഞാൽ മാത്രമാണ് ബാങ്കുകൾക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലും കാര്യങ്ങളും വരുത്തുള്ളൂ. അപ്പോൾ ഇത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കറൻ്റ്ലി ഇങ്ങനെ നിന്നാൽ
അടുത്ത ക്വാർട്ടറുകളിൽ Q3 Q4 ക്വാർട്ടറുകളിൽ ബാങ്കിൻ്റെ റിസൾട്ടുകൾ മോശമാകാനൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫിനാൻസ് സെക്ടറിൽ കണ്ട റാലി ചിലപ്പോൾ പയ്യെ ഫെയ്ഡ് ഔട്ടായി പോകാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഫിനാൻസ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടെങ്കിൽ പയ്യെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. എനിവേസ് ഞാൻ പയ്യെ ആ പരിപാടി ചെറുതായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കഴിഞ്ഞ 6 മാസമായിട്ട് ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പറയുകയാണ്, ഒരു പയ്യെ ഒന്നിച്ച് ബുക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഗ്രാജുവലി ചിലപ്പോൾ ഒരു റൗണ്ട് കൂടി. യൂട്യൂബ് ചാനൽ കണ്ട് ഫിനാൻസ് സ്റ്റോക്കുകൾ ഒറ്റയ്ക്ക് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ ഇത് ഞാൻ ഇത് ഒരു ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവാണ് സംസാരിക്കുന്നത്. അപ്പോൾ Q1 നോക്കി Q2 കൂടി കണ്ടിട്ട് നമുക്ക് ഫുൾ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-15% കറന്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത്. നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഷെയർ നമ്പേഴ്സ് ബാങ്ക് നിഫ്റ്റി പോലും എനിക്ക് തോന്നുന്നു എനിക്ക് 21% റിട്ടേൺ ഉണ്ട് ഈ കഴിഞ്ഞ 2 വർഷം. ബാങ്ക് BC പോലും ബാങ്കിൻ്റെ പല സ്റ്റോക്കുകളിലും 30-40% റിട്ടേൺ ഉണ്ട്. ആകെ റിട്ടേൺ ഇല്ലാത്ത മൈക്രോ ഫിനാൻസിൽ മാത്രമാണ് വലിയ റിട്ടേൺ ഇല്ലാത്തത്. ബാക്കി എല്ലാ സെക്ടർ ഇതിൽ നിന്നും നല്ലതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറച്ചേച്ച് നമുക്ക് ബുക്ക് ചെയ്ത് തുടങ്ങേണ്ട സമയമായി എന്നാണ് വിചാരിക്കുന്നത്. പകരം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സെക്ടേഴ്സ് അത് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നു. FMCGയും പയ്യാണെങ്കിൽ തുടങ്ങി. കാരണം എന്താ അനങ്ങിയിട്ടില്ല. കാരണം എന്താ സാധാരണക്കാരൻ്റെ പൈസ ഇല്ല, ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ട്. ലിക്വിഡിറ്റി വരികയാണെങ്കിൽ ആരനങ്ങും? FMCG അനങ്ങും. ലിക്വിഡിറ്റി ഉണ്ടാകണമെങ്കിൽ ഏത് സെക്ടർ അനങ്ങണം? ഇൻഫ്രാസ്ട്രക്ചർ നടന്നാൽ പയ്യെ സാധാരണക്കാരൻ്റെ പൈസ വരും, അപ്പോൾ FMCG അനങ്ങും. ഇതാണ് എൻ്റെ ഒരു സൈക്കിൾ. അപ്പോൾ കറൻ്റ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രോത്ത് സിമെൻറ്റ് സെക്ടറിൽ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മറ്റ് സെക്ടറുകളിലൊക്കെയാണ്. സിമെൻറ്റ് സ്റ്റോക്കുകൾ നോക്കൂ, കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 12% മിക്ക സ്റ്റോക്കുകളും അൾട്രാടെക് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ 12% ഗ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു സൈഡ് കിട്ടുന്നത് ആർക്കായിരിക്കും? FMCG. അപ്പോൾ ഇത് 2 സെക്ടേഴ്സിനെ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ FMCG സിമെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരിക്കലും ഒരു 500%, 200% റിട്ടേണും തരില്ല, ഇൻക്ലൂഡിങ് ഫിനാൻസ് ഉൾപ്പെടെ. ഇവരൊക്കെ ഒരു 20%, 30%, 40% ഒക്കെ റിട്ടേണാണ് എപ്പോഴും ഒരു സൈക്കിളിൽ തരുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ ഒരു സെമി കണ്ടക്ടറിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് ഇൻകം സ്റ്റോക്ക് അങ്ങനത്തെ കാറ്റഗറിയിലോട്ടൊക്കെ പോകുമ്പോൾ അവർ ചിലപ്പോൾ ഒരു 200-300, ചിലപ്പോൾ ഒരു 3 വർഷം 4 വർഷം കൊണ്ട് തരും. പക്ഷേ ഫിനാൻസ് കൃത്യമായിട്ട് സെക്ടർ റൊട്ടേഷൻ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് സ്റ്റോക്കുകളാണ് എന്നുകൂടി മനസ്സിലാക്കാം. സ്റ്റീൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ സ്റ്റീൽ സെക്ടർ ഭയങ്കര ബുള്ളിഷാണ് കാണിക്കുന്നത്, ഇൻക്ലൂഡിങ് ടാറ്റ സ്റ്റീൽ ഉൾപ്പെടെയുള്ള ഭയങ്കര റിക്കവറിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും കണ്ടിന്യൂ ചെയ്യുമോ ഒന്നും നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ബട്ട് ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ പേഴ്സ്പെക്റ്റീവ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ലെവൽ ഒരു റൗണ്ട് കൂടി ഈ ഒരു 25,600, 25,400 റേഞ്ചിൽ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു റൗണ്ട് കൂടി ഒരു ഓൾ ടൈം ഹൈലോട്ട് പോവും. ബട്ട് അത് Q1 ജസ്റ്റിഫൈ ചെയ്യണം. Q1 ഈ റാലീനെ ജസ്റ്റിഫൈ ചെയ്താൽ നമുക്കത് പ്രതീക്ഷിക്കാം. ഇല്ലേ ആ പ്രതീക്ഷയില്ല. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം ഇപ്പോൾ HDFC അടുത്ത ദിവസം വരും, ബാങ്കുകളെല്ലാം അടുത്ത ദിവസം. അല്ല എനിക്കറിയില്ല, എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നതൊക്കെ നല്ല റിസൾട്ട് വരണം. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി 2000 ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി HDFC പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ HDFC ഒരു 2500 ഒക്കെ പോകേണ്ട ഒരു സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു ആ റിസൾട്ടുകളിൽ അത്ര റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. HDBയുടെ IPO നല്ലായിരുന്നു, നല്ല ഒരു 20% എന്തോ 15% ഒരു ദിവസം തന്നെ കയറി. ഇന്ന് തിരിച്ചു കയറിയുണ്ട്. IPO അപ്ലൈ ചെയ്ത് കിട്ടിയ എല്ലാവർക്കും ലാഭമാണ്. നമ്മൾ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം 5 ഇരട്ടി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്നാണ്. തെറ്റായിരുന്നു. 1.5% മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് ആക്ച്വലി വിൽക്കാൻ വെച്ചതിൻ്റെ ഒരു 1.5 ഇരട്ടി ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെ പൈസ ഇല്ല എന്നുള്ളത്. ഇതൊരു എൻഡിങ് സൈക്കിളാണോ പയ്യെ ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ അതായത് ഒരു ബിഗ് ക്രാഷ് വരുന്നതിന് മുമ്പുള്ള ഒരു എൻഡിങ് സൈക്കിൾ ഉണ്ട്. അതിങ്ങനെ പയ്യെയാണ് വരുന്നത്. അതൊരു പക്ഷേ അടുത്ത 2 കൊല്ലം കൊണ്ടായിരിക്കും ആ ക്രാഷ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂമായിരിക്കും. അപ്പോൾ അതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടിയൊക്കെ. അപ്പോൾ ഞങ്ങൾ കാനഡയിൽ നിന്ന് UK എന്നൊക്കെ കാശ് ഒഴുക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കും. ഞങ്ങൾ പിള്ളേരൊക്കെ അവിടെ ആക്ച്വലി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ എത്ര നാൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇന്ത്യൻ കമ്പനികൾക്ക് ഉണ്ടെന്നുള്ളതിലാണ് കൺഫ്യൂഷൻ. പക്ഷേ ലാർജ് ക്യാപ്പിലെ വാല്യുവേഷൻ നല്ല സ്റ്റോക്കുകൾ പയ്യെ മുന്നോട്ട് പോകും. നമ്മൾ HDFCയിലും റിലയൻസിലും ഒക്കെ കാണുന്നതും അത് തന്നെയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വലിയ റിസ്ക് ഒന്നും കറണ്ടിൽ ഇല്ല. നമുക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ വന്ന കറക്ഷൻസ് വലിയ കറക്ഷൻസ് വന്നേ. നെഗറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്.
ഈ ന്യൂസ് വന്നതിൻ്റെ ഒരു ചെറിയ നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. മാർക്കറ്റിന് വാല്യുവേഷനും വലിയ കുഴപ്പമില്ല. എനിക്കാണോ ഈ മാർക്കറ്റിൽ റീസെൻ്റ്ലി ഉണ്ടായ ഒരു 6 month ബെയറിഷ്നെസ് ആണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇതിൽ നിന്ന് പെട്ടെന്നൊരു, അതായത് അവർ കുറച്ചുകൂടി ആഡ് ചെയ്യാനായിട്ട് മടിക്കുന്നത് അതുകൊണ്ടായിരിക്കും. അല്ല, മാർക്കറ്റ് ഇങ്ങനെയാണ് ആക്ച്വലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാലി നടന്നു, അപ്പോൾ കുറേ ആൾക്കാർക്ക് റിട്ടേൺ കിട്ടും. ഇത് കണ്ട് വേറെ കുറേ ആൾക്കാർ വരും, അപ്പോൾ അവരെ ട്രാപ്പ് ചെയ്യും. ഇവരെല്ലാവരും കുറച്ചാളും ലോസ് വന്നു കഴിയുമ്പോൾ വീണ്ടും പുതിയ ആൾക്കാർ വരും. അപ്പോൾ ആദ്യം വരുന്ന ഏർലി അഡാപ്റ്റേഴ്സ് ആയിരിക്കും എപ്പോഴും പൈസ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മളൊരു എൻഡിങ് സ്റ്റേജാണ്. ഇപ്പോൾ കഴിഞ്ഞ സൈക്കിളിൽ റാലി പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാർ പറഞ്ഞ അടുത്ത റൗണ്ട് ആൾക്കാർ വരണം. അവർ വരുമ്പോഴായിരിക്കും ദ ഫൈനൽ റാലി വിൽ കം. എന്നിട്ടേ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഈ ഫൈനൽ റൗണ്ടിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും ലോസ് കൊടുക്കുക മാർക്കറ്റ്. എന്നാലേ മാർക്കറ്റിൻ്റെ സൈക്കിൾ അങ്ങോട്ട് ശരിയാവത്തുള്ളൂ. അപ്പോൾ ഒരു ഫൈനൽ റൗണ്ട് ഓഫ് റീറ്റെയിലേഴ്സ് വരാൻ വേണ്ടിയാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഫൈനൽ റൗണ്ട് ആൾക്കാരുടെ സ്ട്രെങ്ത് അനുസരിച്ച് ഓൾ ടൈം ഹൈയോ അല്ലെങ്കിൽ ഒരു 27,000 വരെയൊക്കെ മാർക്കറ്റ് ചിലപ്പോൾ പോയേക്കാം. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരുടെയൊക്കെ വളരെ ഒരു കുറവ് കാണാനും പറ്റുന്നുണ്ട്. റൈറ്റ്, പണ്ടത്തേക്കാളും സ്വിംഗ് ട്രേഡേഴ്സാണ് കൂടുതലായിട്ട്. എല്ലാ ബ്രോക്കേഴ്സിലും 30-40% ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു, ബ്രോക്കറേജ് കുറഞ്ഞു. അപ്പം ഇത് ആക്ച്വലി സെബി ചെയ്ത കുറേ നല്ല കാര്യങ്ങളും ബന്ധപ്പെട്ടൊക്കെയാണ്. പ്ലസ് ലോസ് വന്ന് നിർത്തിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഓവറോൾ ഇത് വളരെ നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ എണ്ണം കുറയട്ടെ. ഇത്രയും റിസ്ക്കി ആയിട്ടുള്ള ഈ മാർക്കറ്റിലൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്ത് ലോസ് വരുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ സ്വിങ്ങിൽ മാത്രം ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ സൈക്കിൾ തീരുന്നവരെ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ കാര്യം കട്ടപ്പുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല, ഈ മാർക്കറ്റിലും പ്രോഫിറ്റ് എടുക്കുന്ന ഓപ്ഷൻ ട്രേഡേഴ്സ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉള്ള ആൾക്കാർ ചില ദിവസം പ്രോഫിറ്റ് ഉണ്ടാകും. ഓവറോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് എന്തായാലും ഈ ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് നിങ്ങൾ സർവൈവ് ചെയ്തതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓപ്ഷൻസ് ആണോ ചെയ്തത്? ഇല്ല, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിത് എൻ്റെ മാത്രം അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല പറയുന്നത്. എനിക്കറിയാവുന്ന 10 കൊല്ലവും 5 കൊല്ലവും ആയിട്ട് സക്സസ്ഫുള്ളി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സായിട്ടുള്ള, ട്രേഡിങ്ങിനെ കരിയറായിട്ട് കാണുന്ന, നിങ്ങളെല്ലാവരും നല്ല ഹെവി ട്രേഡേഴ്സ് നിങ്ങൾ പോലും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നല്ല ട്രേഡേഴ്സ് ഉണ്ട്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമുള്ള സൗത്ത് ഇന്ത്യയിലുള്ള നല്ല ട്രേഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഈ സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നോൺ ഡയറക്ഷണൽ ട്രേഡേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡയറക്ഷണൽ ഓപ്ഷൻ ബയേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സൈക്കിൾ. ഈ സൈക്കിൾ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്കൊരു ഒരു അൺസർട്ടനിറ്റിയാണ്. ലൈക്ക് ഇപ്പോൾ ജീവനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഇന്ന് തന്നെ നോക്കൂ, കുറേ നേരം അനങ്ങാതെ നിൽക്കുന്നു. പ്രീമിയം അങ്ങ് ഈ 5 പോയിൻറ്റ് 3 പോയിൻറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ട്രേഡ് ചെയ്യാൻ ഒരു നല്ല ട്രേഡർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് മിനിമം ഒരു 40-80 പോയിൻ്റെങ്കിലും റിട്ടേൺ കിട്ടണ്ടേ ഒരു ട്രേഡിൽ? നമ്മുടെ ഫുൾ പൊസിഷൻ സൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടേ? ഇതിനൊന്നുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോഴത്തെ മാർക്കറ്റിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തന്നെ നോക്കൂ, എല്ലാം കുഞ്ഞു ട്രേഡുകളല്ലേ. നമ്മൾ സ്കാൽപ്പേഴ്സിന് കിട്ടുമായിരിക്കും, പക്ഷേ സ്കാൽപ്പേഴ്സ് ഒന്നും അൾട്ടിമേറ്റ്ലി അവസാനം വരെ കാശുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പ്രോഫിറ്റ്സിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്കൊരു 30 ദിവസം നല്ല ട്രേഡ് കിട്ടിയാൽ മതി. പക്ഷേ ആ 30 ദിവസം ഈ സമയത്ത് കിട്ടുന്നില്ല, ഒരു ദിവസം പോലും കിട്ടുന്നില്ല നല്ല ട്രേഡ്. ആ ബ്രേക്ക് ഔട്ടിന് 2 ദിവസം നമുക്ക് കിട്ടി, നല്ല ട്രേഡ്സ് കിട്ടി. പിന്നെ അതിനു മുമ്പ് ഒരു മാസം കൺസോളിഡേറ്റ് ചെയ്തു, നല്ല ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല. വലിയ നല്ല ചെറിയ ട്രേഡ്സ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3-4 ഡേയ്സ് ആയിട്ട് ഭയങ്കര ഷോക്കാണ്. പേഷ്യൻസിൻ്റെ നെല്ലിപ്പലക കാണിക്കുന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്, മടുപ്പിക്കുന്ന മാർക്കറ്റാണ്. ഇവിടെ നിങ്ങൾ പേഷ്യൻസ് കാണിച്ച് നിങ്ങൾ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% യു ആർ എ വിന്നർ. അടുത്ത സൈക്കിളിൽ നമുക്ക് പോളി ട്രേഡ്സ് കണ്ടുപിടിക്കാം. അതെ, എല്ലാ സൈക്കിളും എല്ലാ ട്രേഡ്സും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം എന്നിരുന്നാലും ഈ ഒരു മാർക്കറ്റ് സൈക്കിൾ മാറി അടുത്ത ആഴ്ച ഒരു നല്ല മാർക്കറ്റ് സൈക്കിൾ വരട്ടെ. ബയേഴ്സിനും സെല്ലേഴ്സിനും നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടെ. സ്വിംഗ് ട്രേഡേഴ്സിന് പ്രോഫിറ്റ് കിട്ടട്ടെ. പ്രോഫിറ്റിലാണ്, പക്ഷേ പ്രോഫിറ്റ് കുറഞ്ഞു. റെഡിയാവും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാർക്കറ്റ് അടുത്ത ആഴ്ച ആവട്ടെ എന്ന് പറയാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് വീണ്ടും കണ്ടിരിക്കും. ഗുഡ് ബൈ.